ഹായ്, എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എനിക്കിവിടെ സുഖമാണ്. അപ്പം ഞാൻ ഡ്രസ്സൊക്കെ മാറി, എനിക്ക് കുറച്ച് പരിപാടിയുണ്ട്. അടുക്കളയിൽ പോവേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. എന്താണ്, അച്ചാർ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. മാംഗോ പിക്കിളല്ല, നാരങ്ങയാണ് കേട്ടോ. മാംഗോ ഇടണമെന്ന് വിചാരിച്ചതാണ്, മാങ്ങ കിട്ടിയില്ല, അതുകൊണ്ട് നാരങ്ങ ഇട്ടു കേട്ടോ. മാങ്ങയിൽ എനിക്ക് വല്ല അറിവില്ല, അതുകൊണ്ട് ഞാൻ ഇട്ടില്ല. അതിന് ശേഷം നല്ല മുരിങ്ങക്കായും പിന്നെ തക്കാളി ചെമ്മീൻ കറി വെച്ചു കേട്ടോ. കറി അടിപൊളിയായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ആർക്കും വലിയ താല്പര്യമില്ല, എന്നാലും എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ വെക്കാറുണ്ട്. അതിന് ശേഷം അച്ചാർ ഇതിലേക്ക് പടർത്തി വെക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഈ ബോട്ടിലൊക്കെ ഒന്ന് കഴുകി ചൂടുവെള്ളത്തിൽ ഒഴിച്ച് ഒന്ന് വെയിലത്ത് വെച്ചാലേ ഇത് സെറ്റാവുള്ളൂ. കാരണം ഇതിൽ മീനച്ചാർ ഇരിക്കുന്നുണ്ടായിരുന്നു, അപ്പം അതുകൊണ്ട് ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ക്ലിയർ ആവും. പിന്നെ എനിക്ക് വൈകിട്ടിരുന്നപ്പോൾ ഭയങ്കര ക്രേവിങ്സ് വന്നിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. എന്തെങ്കിലും കഴിക്കണം, ചോക്ലേറ്റ്സോ കേക്ക്സോ. അപ്പോൾ കേക്ക്സ് ഒന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ട് കാസർഗോഡ് സ്പെഷ്യലാണ് കേട്ടോ, ചക്കിളി മുളകിലിട്ടത്, മുറുക്ക് മുളകിലിട്ടത്. കാരണം ഇതിലേക്ക് ഈത്തപ്പഴവും പിന്നെന്താണ് കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് വിനാഗിരി, ഇത്ര സംഭവങ്ങളിട്ട് മിക്സിയിലൊന്ന് അരച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എൻ്റെ മക്കളെ ഒരു രക്ഷയില്ല, പൊളി. അതിന് ശേഷം രാത്രി ആയപ്പോഴേക്കും ഞങ്ങൾ ഒരു ജ്യൂസ് കുടിക്കാൻ എന്നും ഇറങ്ങുന്ന ഒരു പതിവ് ഇപ്പോഴുണ്ട്. എന്തെങ്കിലുമൊക്കെ ആയിട്ട് കുടിക്കണം എന്ന് വിചാരിച്ചിട്ട് ഈ കടയിൽ വന്നു. ഞങ്ങളൊരു ജ്യൂസൊക്കെ കുടിച്ചു. അതിന് ശേഷം ഞങ്ങൾ വണ്ടി എടുത്ത് നേരെ തിരിച്ചു കേട്ടോ. കാരണം ഈ ജ്യൂസ് കൂടി എന്നും ശീലമാവണുണ്ട്. എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഔക്കാഡോ അല്ലെങ്കിൽ കോക്ടെയിൽ അങ്ങനെ. പിന്നെ വീട്ടിലെത്തിയപ്പോഴേക്കും വണ്ടിയിൽ നിന്ന് ഒരു പ്രത്യേക തരം ഒരു സൗണ്ട് ഫീൽ ചെയ്തു ഗായ്സ്, ഒന്നും പറയണ്ട. ഈ വണ്ടി എടുത്ത ടൈം തൊട്ട് തുടങ്ങിയതാണ് എൻ്റെ കഷ്ടകാലം എന്ന് തന്നെ പറയാം. കയ്യിലിരിക്കണ പൈസ കൊടുത്ത് കുരക്കണ പട്ടീനെ മേടിക്കുക എന്ന് പറയൂലേ, അത് തന്നെയാണ് എൻ്റെ അവസ്ഥ. ടി വി എസിൻ്റെ ഷോറൂമിൽ പോയി, വലിയ കാര്യമൊന്നുമില്ല അവിടെ പോയിട്ട്. അവിടെ ഇരിക്കണ മരവാഴകളാണ് എല്ലാം. പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നമ്മളൊരു കംപ്ലൈൻറ്റും കൊണ്ട് നമ്മൾ അവിടെ ചെന്നിട്ടൊന്നും വലിയ കാര്യങ്ങൾ അവിടെ നടക്കാൻ പോണില്ല. അകത്തിരിക്കണ ആൾക്കാർ അതിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങൂല, അത്രയും അവർക്ക് ഡിമാൻഡാണ്. കണ്ടില്ലേ എന്തോരം വണ്ടിയാണ് കിടക്കണത്, ഒരു മൈൻഡ് പോലും ഇല്ല. അവരെ തെറി പറഞ്ഞിട്ടോ ചീത്ത പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യമില്ലാത്ത കുറേ ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട് ഗൈസ്, ഒരു രക്ഷയില്ല. ഞാൻ എൻ്റെ വണ്ടി പുതിയ വണ്ടിയാണ്, എന്നോട് എടുക്കുന്ന സമയത്ത് തന്നെ ആൾക്കാർ പറഞ്ഞായിരുന്നു ഇത് എടുക്കണ്ട, അപ്പോൾ ഞാൻ കേട്ടില്ല. പിന്നെ അതങ്ങനെയാണല്ലോ, നമ്മൾ കേൾക്കില്ല, നമ്മൾക്കത് കിട്ടും, അത്ര തന്നെ. അതിന് ശേഷം ഞാൻ വീട്ടിൽ വന്നു. കുറച്ച് മക്കാനൊക്കെ ഉണ്ടാക്കി കഴിച്ചു. ആ വണ്ടിയുടെ ടെൻഷനൊക്കെ മാറണമല്ലോ, കാരണം നമ്മൾ കയ്യിൽ കിടക്കുന്ന പൈസ കൊടുത്ത് നമ്മൾ മേടിച്ചതല്ലേ, നമുക്കതിൻ്റെ വിഷമം ഉണ്ടാവുമല്ലോ. അതിന് ശേഷം ആ വിഷമം മാറ്റാനായിട്ട് ഒരു ജ്യൂസും കൂടി കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ ജ്യൂസിൽ പോയിട്ടോ. ഇത് 2 ദിവസത്തെ വീഡിയോയാണ്, ഞാനൊന്ന് മിക്സ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ തന്നെ ഗായ്സ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, പിന്നെ കാണാം, ബായ്. ചായയും കുടിച്ചു. അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു.